ഒളിച്ചും പാത്തും അമിത്ഷാ അങ്ങനെ സഭയിലെത്തി. പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കും ഭരണപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് അമിത്ഷായുടെ നാണക്കേടിനും ഒടുവിൽ പാർലമെൻറ്റ് സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധങ്ങൾക്കും നിരന്തര ആവശ്യങ്ങൾക്കും ഒടുവിൽ ഇതുവരെ ആ പ്രതിപക്ഷത്തെ ഭയന്ന് സഭയിലെത്താതിരുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമ്മേളനത്തിൻ്റെ അവസാന ദിവസത്തിൽ സഭയിൽ വന്നതോടെ BJPയുടെ നാടകം മാത്രമല്ല, ജനങ്ങളുടെ പ്രതീക്ഷകളും തകർത്ത ഒരു സമ്മേളനം അവസാനിച്ചിരിക്കുന്നു. രാജ്യത്തിന് മുന്നിൽ തലകുനിച്ചു നിന്ന അമിത്ഷാ ഒരക്ഷരം പോലും സഭയിൽ പറയാതെ സഭ പിരിയുകയായിരുന്നു. ചന്തയിൽ കയറി വരുന്നൊരു ലാഘവത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സഭയിലെത്തി. ജയിപ്പിച്ചയച്ച ജനങ്ങളെ ഒരിക്കൽ കൂടി അങ്ങനെ വിഡ്ഢികളാക്കി. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാമെന്നും അമിത്ഷാ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് നമ്മൾ കേട്ടു. അതെല്ലാം വെറും തട്ടിപ്പായിരുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിൽ സഭാ സമ്മേളനത്തിൻ്റെ അവസാന ദിവസം അവസാന നിമിഷത്തിലാണ് അമിത്ഷാ ഓടിയെത്തിയത്. പിന്നെ എങ്ങനെയാണ് ചർച്ച ചെയ്യുന്നത് എന്ന് മനസ്സിലായിട്ടില്ല. മാത്രമല്ല, സഭയിൽ യാതൊരുവിധ ചർച്ചകളോ വിശദീകരണങ്ങളോ ഉണ്ടായില്ല എന്നുള്ളത് ഭരണപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ തോൽവിയായി മാറിയിരിക്കുന്നു. സഭ ചേർന്ന ഉടൻ തന്നെ ചർച്ചകളില്ലാതെ വന്ദേമാതരം അങ്ങോട്ട് ആലപിച്ച് സഭ പിരിയുകയായിരുന്നു. ഇതാണ് BJP സർക്കാരിൻ്റെ ഇന്നത്തെ അവസ്ഥ. സഭയ്ക്കുള്ളിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ നേർക്കുനേർ വരികയും പുറത്ത് മഹർദ്വാറിന് മുൻപിൽ പ്രതിപക്ഷം പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു. നീറ്റ് വിഷയത്തിൽ വിദ്യാർത്ഥി സമരങ്ങളോടും പോലീസ് നടപടികളോടും ഈ സർക്കാർ മുഖം തിരിയുകയാണെന്നും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സഭയിൽ നിന്ന് ഒളിച്ചോടുകയാണെന്നും രാഹുൽ ഗാന്ധി അവസാന നിമിഷം വരെ തുറന്നടിച്ചു. പലതിനും അമിത്ഷായാണ് ഉത്തരം പറയേണ്ടിയിരുന്നത് എന്നുള്ളത് കൊണ്ട് അമിത്ഷായെ കാത്തിരുന്നു എന്നു മാത്രം സഭയിൽ. പക്ഷേ പ്രധാനമന്ത്രി ഇതിനേക്കാളും വലിയ മുങ്ങൽ വിദഗ്ധനായിരുന്നു. സഭ തുടങ്ങിയ അന്നും അവസാന ദിവസമായ ഇന്നും മാത്രമാണ് പ്രധാനമന്ത്രിയെ സഭയിൽ കണ്ടത്. പ്രതിപക്ഷ പ്രതിഷേധങ്ങളോടെന്ന് മാത്രമല്ല, മാന്യമായ ചോദ്യങ്ങളോട് പോലും അദ്ദേഹം മൗനം പാലിക്കുകയായിരുന്നു. സഭയിൽ ബഹളമായതിനാൽ അമിത്ഷാ എത്തില്ല എന്ന് പാർലമെൻറ്റ് കാര്യമന്ത്രി കിരൺ റിജിജു നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിലും അവസാന നിമിഷം അദ്ദേഹം ഓടിയെത്തി തൽക്കാലത്തേക്ക് രക്ഷപ്പെടാൻ നോക്കുകയായിരുന്നു. എന്നാൽ ചർച്ചകൾ പ്രതീക്ഷിച്ച പ്രതിപക്ഷത്തിനും സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും മുഴുവൻ നിരാശയായിരുന്നു ഫലം. ഒടുവിൽ പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കഴിയാതെ, പ്രസ്താവനകൾ നടത്താതെ സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞതായി സ്പീക്കർ പ്രഖ്യാപിക്കുകയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ, സഭ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കാര്യങ്ങൾ പറയുന്ന ഒരിടമാണ്. അവിടെ അത് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, സഭയിൽ വരാൻ പോലും തയ്യാറാകാതെ ഒളിച്ചു നിന്ന പ്രധാനമന്ത്രി മോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഭരണം അവസാനിപ്പിക്കുന്നതിൻ്റെ സൂചനയാണ് നൽകിയത്. ആകെ ഒരു വർഷത്തിൽ 3 തവണ മാത്രം നടക്കുന്ന സഭാ സമ്മേളനത്തിൽ പോലും പങ്കെടുക്കാൻ കഴിയാത്തൊരു സർക്കാർ എന്ന പേര് സമ്പാദിച്ച് മോദി അമിത്ഷാ സഖ്യം പടിയിറങ്ങുന്നതിൻ്റെ സൂചനയാണ് നൽകിയിരിക്കുന്നത്.